വയനാട്ടിലെ ദുരന്തത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലോട്ട് അനേകം പൈസകൾ വരുന്നുണ്ട്. അത് അർഹമായ കൈകളിൽ എത്തുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എത്തും. പിന്നെ തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട. അത് അർഹമായ കൈകളിൽ തന്നെ എത്തും. ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട്. കുറെ പേരുണ്ട്. അത് നമ്മളെ മലയാളികളുടെ ഒരു പ്രത്യേകത അത് തന്നെ ഇല്ലേ? തീർച്ചയായും സത്യം അവർക്കും അറിയാം, എങ്കിലും അവര് അങ്ങനെ പ്രചരിപ്പിക്കും. അവരൊരു സിസ്റ്റം അതാണ്, മലയാളിയുടെ സിസ്റ്റം അങ്ങനെ ആയിപ്പോയി. എന്താണെന്ന് അറിഞ്ഞു. വിദ്യാഭ്യാസം കൊണ്ടൊന്നും ചെയ്യണ കാര്യമില്ല. ഇത് അങ്ങനെ ഒരു സംസ്കാരമായിട്ട് മാറി വരെ. നമ്മളെ ഗവൺമെന്റ് അങ്ങനെ ചെയ്യുമോ? ഇതിന് കണക്കും കാര്യങ്ങളൊക്കെ ഇല്ല. അതിന്റെ എല്ലാ കാര്യങ്ങളും മീഡിയയിലെല്ലാം അറിയിച്ചിട്ടുള്ളൂ സർക്കാർ. അത് വായിച്ചിട്ട് മനസ്സിലാകത്തന്നെ. തീർച്ചയായും എത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലരും പല രീതിയിൽ പറയുമായിരിക്കും. എന്റെ മനസ്സിലുള്ള ഒരു വിശ്വാസം തീർച്ചയായും എത്തുമെന്നാണ്. മാക്സിമം എല്ലാവരും പിന്നെ തീർച്ചയായും എല്ലാവരും ഒരാൾ കഴിയുന്നത് മാക്സിമം കൊടുക്കണമെന്നാണ് പറയുന്നത്. അതെ, ന്യായമായ കൈകളിൽ തന്നെയാണ് അത് എത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം എല്ലാവരും ഒരുപാട് പേര് നമ്മളെ നാടിന് വേണ്ടി എല്ലാവരും ഒരുപാട് പേര് സഹായിക്കാനായിട്ട് മുന്നിൽ ഇറങ്ങുന്നുണ്ട്. ഒരുപാട് യൂട്യൂബർമാരാവട്ടെ, മറ്റുള്ള കണ്ടന്റ് ചെയ്യുന്നവരാവട്ടെ, എല്ലാവരായാലും അവര് കൃത്യമായുള്ള സംഭാവന കൊടുത്തിട്ടുണ്ട്. നല്ലതാണ്, എത്തിയിട്ടുണ്ട്, അർഹമായി എത്തുന്നുണ്ട്, ഉറപ്പായിട്ട് എത്തിയിരിക്കും. ഇപ്പോഴും ഒത്തിരി പേര് പോയി. അതിൽ തന്നെ ഒരു ഭവനത്തില് 4 അംഗങ്ങളുണ്ടെങ്കിൽ 4 പേരില്ല. അത് മറ്റവര് ബന്ധുക്കൾക്ക് കിട്ടുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷെ ദുരിതാശ്വാസ ഫണ്ടെന്ന് പറഞ്ഞ് നമ്മള് ഫണ്ടിൽ ഇട്ട് കൊടുക്കുന്ന അർഹതപ്പെട്ടവർക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം നേരിട്ട് ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുന്നവര്, ഇപ്പൊ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ സഹായിക്കാൻ പറ്റുമെങ്കിൽ അവര് നേരിട്ട് ചെന്നിറങ്ങി അവർക്ക് വീട് വെച്ച് കൊടുക്കുക. അല്ലാതെ ദുരിതാശ്വാസ ഫണ്ടെന്ന് പറഞ്ഞ് കൊടുത്താൽ ഇതിൽ ഇടക്കംശവും മറ്റേ കംശനും എല്ലാം പോയി അർഹതപ്പെട്ടവർക്ക് ഇത് കിട്ടത്തില്ല. അതുപോലെ തന്നെ ഈ വസ്ത്രങ്ങളായാലും കൊടുക്കുന്നവരൊക്കെ നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ നമുക്ക് ഒരു പുതിയത് വാങ്ങിച്ചു കൊടുക്കുക. ഒരാൾക്കാണ് ഒരു വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലത് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള ഒരു അഭിപ്രായമുള്ളതാണ്. കാരണം നമ്മളെപ്പോലെയാണ് മറ്റുള്ളവർ എന്ന് ചിന്തിക്കണം. അവർക്ക് നല്ല വസ്ത്രം കൊടുക്കുക, അല്ലെങ്കിൽ സോപ്പ്, അങ്ങനത്തെ ഇപ്പൊ അവരെ എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയത്തില്ല. കാരണം നമ്മളെ വീട് നഷ്ടപ്പെട്ട് ഈ കടൽക്ഷോഭത്തില് വീട് നഷ്ടപ്പെട്ട് പ്രകൃതിക്ഷോഭത്തില് നമ്മൾ കിടന്നതാണ്. അപ്പൊ നമുക്ക് അർഹതപ്പെട്ടതൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ നമുക്ക് ഒരു ഫ്ലാറ്റ് കിട്ടി, നമ്മൾ അത് ഒരുപാട് ബുദ്ധിമുട്ടിൽ കൂടെ കഴിഞ്ഞു പോകണം. പക്ഷെ ഇനി ഇതുപോലെ ആർക്കും ഉണ്ടാകരുത്. ഈ ദുരിതാശ്വാസത്തില് കഴിയുന്ന വയനാട്ടിൽ കഷ്ടപ്പെടുന്ന പല സ്ഥലത്ത് ഇപ്പൊ ഉരുൾപൊട്ടലുണ്ടാകും, ഇനി ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. പക്ഷെ നമ്മുടെ മലയാളികളെല്ലാം ഒറ്റക്കെട്ടില് നിന്ന് ഇതിനെല്ലാം തരണം ചെയ്ത് വന്ന ഒരു മലയാളികളാണ്. കഴിവതും ഈ വയനാട്ടില് ദുരിതാശ്വാസ ഫണ്ട് കിട്ടുന്നത് നല്ല ഇതിനു വേണ്ടി വിനിയോഗിക്കുക എന്നുള്ള ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. അർഹമായ കൈകളിൽ അത് എത്തണം. അത് സർക്കാരിന്റെ ചുമതലയാണ്. സർക്കാർ അത് നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതിന് നമ്മള് പൊതുജനം തന്നെയാണ് സമ്മതിക്കാത്തത്. മനസ്സിലായോ? പൊതുജനം എങ്ങനെയാണ് സമ്മതിക്കില്ലെന്ന് പറയണം. പല രീതിയിലും തടസ്സപ്പെടുത്താം. ഒരു രീതിയല്ല, പല രീതിയിലും തടസ്സപ്പെടുത്താം. ഈ വരുന്നതെല്ലാം ഗവൺമെന്റിന്റെ കയ്യിൽ പോവില്ല. നേരിട്ട് ഗവൺമെന്റിന്റെ കയ്യിൽ പോകണമെന്നാണ് പറയണത്. ഈ വരുന്നതൊന്നും ഗവൺമെന്റിന്റെ കയ്യിൽ നേരിട്ട് പോവില്ല. ഗവൺമെന്റിന്റെ അടുത്ത് പോകുന്നത് വരെ അവര് തടസ്സപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. മനസ്സിലായ? ഗവൺമെന്റിന്റെ അടുത്ത് പോകുന്നത് വരെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു പോരായ്മ ഉണ്ടാകും. എമൗണ്ട് വന്നു കഴിയുമ്പോൾ മാത്രമേ പുറത്തു വരുള്ളൂ, അല്ലാതെ പുറത്തു വരില്ല. മനസ്സിലായ? വരുന്ന എമൗണ്ട് എത്രയാണെന്നുള്ളത് ഇപ്പൊ സർക്കാരിന് പറയാനൊക്കില്ല. എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞു കഴിയുമ്പോഴേ ദുരിതാശ്വാസം കഴിഞ്ഞു കഴിയുമ്പോഴേ അതിന്റെ യഥാർത്ഥത്തിലുള്ള എമൗണ്ട് അറിയാനൊക്കെയുള്ളൂ. എത്ര കൊടുത്തിട്ടുണ്ട് സർക്കാർ, ആർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്, എങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ പറയാൻ പറ്റൂല. അതാണ് സംഭവം. പറയാൻ പറ്റുന്നത് പറയണം എന്നാണ് പൊതുജനം പറയണത്. ജനങ്ങൾ പറയണത് ഇത്ര കിട്ടി, ഞങ്ങൾ ഇത്ര ചെലവാക്കി, ഇനി ബാക്കി ഇത്ര ഉണ്ട്. അതിപ്പോഴും പറയാൻ പറ്റൂല. കംപ്ലീറ്റും വന്ന് ഇതിന്റെ എല്ലാം ഒന്ന് ഒതുങ്ങിയതിനു ശേഷം മാത്രമേ അതിന്റെ കണക്കെടുത്ത് പറയാൻ പറ്റൂ. കേരള സംസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു ഭവിഷ്യത്തുണ്ടാകുമ്പോൾ, എവിടെ ആയിരുന്നാലും ശരി ഉണ്ടാകുമ്പോൾ, അതിന് സർക്കാർ പറയുകയാണ് ഒരു സഹായം നൽകണമെന്ന് പറഞ്ഞാൽ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു സർക്കാരിന്
ഈ സാമ്പത്തികമായിട്ട് സഹായം ചെയ്യണമെന്ന് പറയുമ്പോൾ പല ആൾക്കാരും എന്നുവെച്ചാൽ കേരള സംസ്ഥാനത്തിലുള്ള എല്ലാ പിന്നെ തമിഴ്നാട് സർക്കാർ അങ്ങനെ വേണ്ട എല്ലാ സർക്കാരും സഹായം ചെയ്യുമ്പോൾ അത് സ്വീകരിച്ച് അവർക്ക് എത്തിച്ചു കൊടുക്കുക ഗവൺമെന്റിന്റെ ചുമതലയാണ്. അപ്പം ഉറപ്പായിട്ടും ഇത് അർഹമായ കൈകളിൽ എത്തുന്നത് തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും എത്തും. അപ്പം ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എല്ലാവരും പൈസ കൊടുക്കുക, സംഭാവന ചെയ്യണം തീർച്ചയായിട്ടും അതാണ് ചെയ്യേണ്ടത്.